ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട് ഏവർക്കും സ്വാഗതം. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് CCL 12ാം സീസൺ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കുറേ കളികളെല്ലാം കഴിഞ്ഞു. സെമി ഫൈനലാണ് അടുത്ത 31ാം തീയതി. സെമി ഫൈനൽസൊക്കെ എത്തിയിരിക്കുകയാണ്. കേരള സ്ട്രൈക്കേഴ്സ് 2 കളി വിജയിച്ച് സെമി ഫൈനലിലെത്തി. ഒരു കളി തോറ്റത് കരുത്തരായ ബംഗാളിനോടാണ്. അതേ ബംഗാളിനോട് തന്നെയാണ് സെമിയിൽ നമുക്ക് ഏറ്റുമുട്ടാനുള്ളത്. അതൊന്നും വേറെ ഒന്നും നോക്കണ്ട. സെമിയിൽ നമ്മൾ ഉറപ്പായിട്ടും ബംഗാളിനെ തോൽപ്പിച്ചിരിക്കും. അപ്പോൾ CCL തുടങ്ങുന്നതിന് മുമ്പേ കഴിഞ്ഞ മാസം അങ്ങാണ്ടായിരുന്നു CCL ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നെ അത് മാറ്റി ജനുവരിയിലോട്ട് ആക്കിയതാണ്. അപ്പോൾ നമുക്ക് പരിശീലന മത്സരങ്ങൾക്കും ഒക്കെ ഇഷ്ടംപോലെ സമയം കിട്ടി. അപ്പോൾ ഈ പരിശീലന മത്സരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പരിശീലനങ്ങൾ കൊണ്ട് CCLലോട്ട് എത്തുമ്പോൾ നമ്മുടെ ടീമിനുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് കൂടുതൽ ആൾക്കാർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. CCLന്റെ മുന്നോടിയായിട്ടുണ്ടായിരുന്ന പരിശീലന മത്സരങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവും CCL എത്തിയപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം CCLന്റെ മുമ്പ് പരിശീലന മത്സരങ്ങളിലെല്ലാം നമ്മുടെ ഇന്ന് ബെഞ്ചിലിരിക്കുന്നവരാണ് പരിശീലന മത്സരം കളിച്ചത്. പരിശീലന മത്സരങ്ങളിൽ കളിക്കാതെ ബെഞ്ചിലിരുന്നവരാണ് ഇന്നിപ്പോൾ CCL കളിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മണ്ടത്തരം, കോമാളിത്തരം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശീലന മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്? നമുക്കൊരു വിജയം മാത്രമല്ലല്ലോ, നമ്മൾ CCLനോട് അനുബന്ധിച്ചാണ്. CCLന്റെ തയ്യാറെടുപ്പാണ് നമ്മുടെ പരിശീലന മത്സരങ്ങൾ. അപ്പോൾ നമുക്ക് CCLൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ പരിശീലന മത്സരം കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അല്ലാതെ നമുക്ക് കേരള സ്ട്രൈക്കേഴ്സ് വിജയിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെണ്ടക്കാശ് വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. CCLലോട്ട് എത്തുമ്പം തോറ്റ് തുന്നം പാടുമ്പം ലോകം മൊത്തം അറിയുമ്പം നാണക്കേട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പരിശീലന മത്സരങ്ങളിൽ 1-2 കളി തോറ്റാലും പ്രശ്നമില്ല എന്ന് നോക്കണം. കാരണം ഇവർ പരിശീലന മത്സരങ്ങളിൽ ബാറ്റ് ചെയ്തവരും ബോൾ ചെയ്തവരൊന്നും CCLൽ എത്തിയപ്പോൾ ടീമിലേ ഇല്ല. അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ടോപ്പ് ഓർഡറിൽ ബാറ്റ് വീശിയ പരിശീലന മത്സരങ്ങൾ ബാറ്റ് വീശിയ ആളാണ് നമ്മുടെ സമർദ്ദൻ, മദൻ മോഹൻ. അതുപോലെ മധ്യനിരയിൽ ബാറ്റ് വീശിയ ഷരീക്ക്, അരുൺ ബിന്നി, അഖിൽ മാരാർ. ഇവരൊന്നും ഈ അഖിൽ മാരാർ ശരിക്കൊന്നും ടീമിലേ ഇല്ല. അപ്പോൾ സമർദ്ദനൊക്കെ ബാറ്റ് ചെയ്യുന്നതാണ് 10ാമനും 11ാമനുമാണ്. ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നവനാണ്. അവനൊക്കെ 10ഉം 11ാമനൊക്കെയാണ് ബാറ്റിങ്ങിൽ ഇറങ്ങുന്നത്. അപ്പോൾ ശരിക്ക് ടോപ്പ് ഓർഡറിൽ ബാറ്റ് CCLൽ വരുമ്പോൾ ടോപ്പ് ഓർഡറിൽ ബാറ്റ് വീശേണ്ടി വരുന്നു. ടീമിൽ കളിച്ചിട്ടില്ല. അവർക്ക് അവൻ്റെ പരിശീലനം കിട്ടണ്ടേ? അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ CCL നടത്തുന്നത്. അപ്പോൾ അവരെ കളിപ്പിക്കണം. ഇപ്പം ബാറ്റിംഗ് പോയാൽ ബൗളിങ്ങിൽ നോക്കൂ. ബൗളിങ്ങിൽ പരിശീലന മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്ത് ഷരീക്കും അഖിൽമാരാരും അവർ രണ്ടുപേരും CCL എത്തുമ്പോൾ ടീമിലില്ല. ടീമിൽ എത്തിച്ചാൽ പോലും അവർക്ക് ഓപ്പണിംഗ് ബോൾ ചെയ്യാനും കഴിയുക. അപ്പോൾ ആകെ 7 ഓവർ 8 ഓവർ അങ്ങാണ്ട് B കാറ്റഗറി പ്ലേയേഴ്സിന് ബോളിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കുറേ നിബന്ധനകൾ CCLൽ ഉള്ളതാണ്. ഇത് അറിഞ്ഞു വെച്ചിട്ടും കൂടെ പരിശീലന മത്സരങ്ങളിൽ എങ്ങനെയെങ്കിലും ടീം ജയിക്കാമെന്ന് മാത്രം വെച്ച് ടീമിനെ ഇറക്കിയത് വെറും മണ്ടത്തരമാണ്. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ CCLലോട്ട് എത്തുമ്പോൾ നമ്മൾ നാണം കെട്ടുപോകും. ഈ അവസ്ഥയാകും. ഇപ്പം മണിക്കൂട്ടനും അതേപോലെ തന്നെ ബിനീഷ് കൊടിയേരിക്കോ, പ്രചോദ്, അതുപോലെ ഇങ്ങനെയുള്ളവർക്കൊക്കെ പരിശീലനം കിട്ടിയിട്ടില്ല. വന്ന് വിളിച്ച് കിട്ടേ കളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കാറ്റഗറി പ്ലേയേഴ്സിനെ നമ്മൾ നല്ലപോലെ അവർക്ക് പരിശീലനം കൊടുക്കണം. പരിശീലന മത്സരങ്ങളിൽ അവരെ കളിപ്പിക്കണം. നമ്മൾ പരിശീലന മത്സരത്തിന് ഇറങ്ങുന്നത് CCLന്റെ അതേ റൂളോടെ ആയിരിക്കണം. എന്നാലേ നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ. 7 പേര് കാറ്റഗറിയും B കാറ്റഗറി 4 പേരും അങ്ങനെ തന്നെ നമ്മൾ പരിശീലനം നടത്തണം. വിക്കറ്റുകൾ വീഴുമ്പോൾ ഈ 3 വിക്കറ്റ് വീണതിന് ശേഷം മാത്രമേ B കാറ്റഗറി പ്ലേയേഴ്സിനെ നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പം ബോൾ ചെയ്യുന്നു അനുസരിച്ച് ഈ CCL നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പരിശീലന മത്സരങ്ങൾ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ CCLന് മുമ്പ് ഇഷ്ടംപോലെ പരിശീലന മത്സരം കളിച്ചു. നമ്മൾ അതെല്ലാം വിജയിക്കുകയും ചെയ്തു. ഒരു ഗുണവും നമുക്ക് CCL എത്തുമ്പോൾ അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ദോഷമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ മണ്ടത്തരം ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്ത സീസൺ എത്തുമ്പോഴെങ്കിലും ഇത് ആവർത്തിക്കാതിരുന്നെങ്കിൽ മാത്രമേ ടീമിന് വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പം കർണാടകയിൽ ചെറിയ ചെറിയ ലീഗുകൾ ഈ CCL കളിക്കുന്ന അതേ ടീം കളിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ കളികളിൽ മാറ്റം വരും. നമ്മുടെ മുൻനിര താരങ്ങൾക്ക് കാറ്റഗറി പ്ലേയേഴ്സിനൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ അവർക്ക് പരിശീലനം കിട്ടിയേ തീരൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ടീമിനെ സെറ്റാക്കണം. അതിനനുസരിച്ച് തന്നെ മത്സരങ്ങൾ സംഘടിപ്പിക്കണം. അപ്പോൾ അത് അങ്ങനെ തന്നെ കളിക്കണം. എന്നാലേ CCLൽ മുന്നോട്ട് പരിശീലനങ്ങൾ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം ഈ പുറത്തിരിക്കുന്നവരെ നിങ്ങൾ പരിശീലനം നല്ലപോലെ കൊടുത്ത് അവരെ ബാറ്റ് ചെയ്യിപ്പിച്ചു ടീം എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് ഇനിയെങ്കിലും ഈ മണ്ടത്തിൽ ആവർത്തിക്കാതിരിക്കുക. CCLനോട് മുന്നോടിയായിട്ടുള്ള പരിശീലനം ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അടുത്ത സീസണിലെങ്കിലും കാറ്റഗറി B കാറ്റഗറി അങ്ങനെ തിരിച്ചും അവരെ അങ്ങനെ കളിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ പരിശീലന മത്സരങ്ങളിൽ ഇറക്കാൻ പാടുള്ളൂ.
അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.